എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തട്ടം കൈമാറുന്ന സമയത്ത് സനൂപിൻ്റെ കുഞ്ഞ് വന്ന് അത് തട്ടിക്കളഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ടെൻഷനോട് നിൽക്കുമ്പോഴാണ് അവരുടെ കൂടെ വന്ന റിലേറ്റീവ് തന്നെ പറയുന്നത്, തട്ടം താഴെ വീണു എന്ന് കരുതി പേടിക്കുകയൊന്നും വേണ്ട, അത് അപശകുനമായിട്ടൊന്നും കരുതണ്ട, ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ഇതൊക്കെ സംഭവിക്കും, കുഴപ്പമൊന്നുമില്ല അല്ലെ തിരുമേനി എന്ന് ചോദിക്കും. അപ്പോൾ തിരുമേനി വരും, പ്രശ്നമൊന്നുമില്ല, ചടങ്ങ് നടന്നോട്ടെ എന്ന്. അന്നേരം ശാരദ ആദ്യമായിട്ട് ഉറച്ച സ്വരത്തിൽ പറയുവാണ്, ചടങ്ങ് നടത്താൻ വരട്ടെ, ഈ കുട്ടി ആരാണ് എന്ന് ആദ്യം പറ എന്ന്. അന്നേരം അവർ പറയും, ആ കുട്ടി ആരാണെന്നോ, അതിനെന്താ സംശയം, അത് സനൂപിൻ്റെ കുട്ടി എന്ന്. അന്നേരമാണ് എല്ലാവരും അന്തിച്ചു പോകുന്നത്, സനൂപിൻ്റെ കുട്ടിയോ, അപ്പം സനൂപ് ഇതിനു മുമ്പ് വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം കാവേരി, വിവാഹ നിശ്ചയമായുള്ളൂ, അപ്പോഴത്തേക്കും കുട്ടിയും ആയോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഇതെന്താ ജയബാലേട്ട ഈ നടക്കുന്നത് എന്ന് ശാരദ ചോദിക്കും. അന്നേരം ജയബാലൻ, അതെ ഞാൻ പറയാൻ അങ്ങ് വിട്ടുപോയതാ, ഇത് പറയണമെന്ന് ഓർത്തതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, പറയാൻ വിട്ടുപോയെന്നോ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യമാണോ പറയാൻ വിട്ടുപോയി എന്ന് പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജയശ്രീ, അതായത് സനൂപിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല സനൂപ് വിവാഹം കഴിച്ചതാണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നോ, അതെന്താ പറയാതിരുന്നത് എന്ന് ചോദിക്കുവാണ്. അങ്ങനെ ആകെ പ്രശ്നമാകുന്നു. അതൊക്കെയും ജയബാലൻ പറയുന്നു, സനൂപ് ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്, അതിൻ്റെ അകത്തൊരു കുട്ടിയുണ്ട്, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന്. അന്നേരം അവിടെ നിൽക്കുന്ന അവരുടെ റിലേറ്റീവ് തന്നെ പറയുന്നുണ്ട്, സനൂപ് വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞുണ്ട്, ഇതുപോലൊരു തങ്കക്കുടം പോലത്തെ ഒരു കുഞ്ഞിനെ സ്വന്തമായിട്ട് കിട്ടുന്നത് നല്ല കാര്യമല്ലേ എന്ന്. അന്നേരം കാവേരി പറയുന്നുണ്ട്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് എടുത്താൽ മതി, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം വിവാഹ നിശ്ചയത്തിൻ്റെ സമയത്ത് കുട്ടി വന്നു, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അമ്മയും വരുമോ എന്ന് ചോദിക്കുവാണ്. അധികം ദേഷ്യപ്പെട്ട് കാവേരി എന്ന് വിളിക്കുവാണ് ജയബാലൻ. അന്നേരം ശാരദ ചോദിക്കും, എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ചോദിക്കുന്നതും പറയുന്നതും അവൾ പറഞ്ഞോളൂ, അല്ലാതെ ഒന്നും അവൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം ജയബാലൻ പറയുന്നുണ്ട്, അവന് ഒരു കുട്ടിയുണ്ട് എന്നത് നേരാണ് എന്ന് കരുതി ഭാര്യയൊന്നുമില്ല, ഭാര്യയുള്ള ഒരാൾ വിവാഹത്തിന് വരുമോ എന്ന് ചോദിക്കും. അന്നേരം അവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, പിന്നെ 8ഉം 10ഉം കല്യാണം കഴിക്കുന്ന എത്രയോ വീരന്മാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം ജയബാലൻ പറയുവാണ്, വിവാഹം കഴിച്ച് കുഞ്ഞുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്തേക്കും ഭാര്യ മരിച്ചു, പിന്നെ വിവാഹം വേണ്ട എന്ന് കരുതി ഇത്രയും കാലം നിൽക്കുമായിരുന്നു, ഇപ്പോഴാണ് വിവാഹം കഴിക്കാൻ തോന്നിയത്, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അതുപോലെ ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ റിലേറ്റീവ് പറയുന്നുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സനൂപിനുണ്ട്, പിന്നെ ഇങ്ങനൊരു കാര്യം മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ, പിന്നെ നാട്ടുകാർ പറയുന്നുണ്ട് ആദ്യത്തെ ഭാര്യയ്ക്ക് ഭ്രാന്ത് മൂത്തപ്പോൾ ഇവൻ ചവിട്ടിക്കൊന്നതാണ് എന്നൊക്കെ, അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാരദയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ജയബാലൻ വീണ്ടും വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നു. അതുപോലെ സനൂപിൻ്റെ അമ്മ പറയുന്നുണ്ട്, വിവാഹ നിശ്ചയത്തിനാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇനി അതില്ല എന്ന് പറഞ്ഞ് വിവാഹ നിശ്ചയം നടന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ പറ്റത്തില്ല, വിവാഹ നിശ്ചയം നടക്കണം എന്ന്. ഇത് ശാരദ പറയും, നടക്കത്തില്ല എന്ന് പറയും. എന്നിട്ട് കാവേരിയോട് പറയുവാണ്, നീ ഗംഗയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുമെന്ന്. അന്നേരം ജയബാലൻ സമ്മതിക്കത്തില്ല. അന്നേരം നിന്നോട് വിളിച്ചുകൊണ്ട് പോകാനാ പറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ കാവേരി വന്ന് ഗംഗയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. ശാരദ അവിടെ നിന്ന് പോവാണ്. കുറച്ച് നേരം അരവിന്ദൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ സങ്കടപ്പെട്ട് നിന്നിട്ട് പുറത്ത് പോയി നിൽക്കുക. അതൊക്കെ അവിടെ ഉള്ളവരോട് എല്ലാവരോടും ജയബാലൻ പറയും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ഞാനിതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. എന്നിട്ട് പ്രവീണെ ഭാര്യയും വിളിച്ചുകൊണ്ട് ശാരദയുടെ അടുത്തോട്ട് പോകുന്നു. ശാരദയോട് സംസാരിക്കുക. അന്നേരം പ്രവീണ് പറയുക, ഈ ഒരു വിവാഹം വന്ന് തന്നെ വലിയൊരു കാര്യമായിട്ട് കൂട്ടണം, ജയബാലേട്ടൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് രാപ്പകലില്ലാതെ ഓടി നടക്കുന്നത്, എന്നിട്ട് ശാരദ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇങ്ങനെ പെരുമാറാവോ എന്നൊക്കെ ചോദിക്കുമ്പം ശാരദ ചോദിക്കും, നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനൊരു വിവാഹാലോചന വരുന്നതെങ്കിൽ നിങ്ങൾ നടത്തുമായിരുന്നോ എന്ന്. അന്നേരം പ്രവീണ പറയുക, അതിന് ഞങ്ങളുടെ ജീവിത സാഹചര്യം അല്ലല്ലോ നിങ്ങൾക്ക്, അവളുടെ വിവാഹം, എൻ്റെ മകളുടെ വിവാഹം നടത്തി കൊടുക്കാൻ അവൾക്ക് അച്ഛനുണ്ട്, ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു കുടുംബനാഥനില്ല, പണമില്ല, പിന്നെ ഒരു തവണ വിവാഹം നിശ്ചയം മുടങ്ങിയ ഒരു പെൺകുട്ടിയാണ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരിടത്തേക്ക് ഇങ്ങനൊരു വിവാഹം വന്നു തന്നെ വലിയ കാര്യമാണ്, അവർക്ക് അങ്ങ് തിരുവല്ലയിൽ ഒരു പ്രദേശം മൊത്തം അവരുടെ കയ്യിലാണ്, അതിൽ നിന്ന് ഒരു കുമ്പിൾ കോരിയെടുത്താൽ തന്നെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും, അത്രയും നല്ലൊരു വിവാഹാലോചന കൊണ്ടുവരുമ്പോൾ അത് നടത്തുമല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ശാരദ ചോദിക്കുന്നുണ്ട്, എൻ്റെ മറ്റു കുട്ടികളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ഗംഗയുടെ ജീവിതം നശിപ്പിക്കാൻ അവളെ കെണ്ടി തള്ളിയിടാനൊന്നും എനിക്ക് പറ്റില്ല എന്ന്. പക്ഷേ അവർ വിട്ടുപോകുന്നില്ല, ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ജയബാലൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ ജയബാലനും പ്രവീണയും കൂടെ സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ട് ശാരദ. ഈ സമയം അകത്ത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് ഗംഗയും കാവേരിയും ഒക്കെ. അന്നേരം രാധമ്മ അങ്ങോട്ട് വരും. രാധമ്മയ്ക്ക് ആകെ വിഷമാണ്, ഗംഗ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, എൻ്റെ അരവിന്ദൻ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മോൾക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് കാവേരി, അവരാരും പോയില്ലേ, ചിറ്റപ്പനും ബാക്കി ആൾക്കാരൊന്നും പോയില്ലേ, ഞാനൊന്ന് പോയി കാണട്ടെ, എല്ലാത്തിനും ഞാൻ ചവിട്ടി പുറത്താക്കുമെന്ന് പറയുക. അന്നേരം അച്ഛമ്മ പറയും, വേണ്ട അവിടെ നിൽക്കുക എന്ന്. അന്നേരം ഒന്ന് പോ അച്ഛമ്മേ എന്ന് പറഞ്ഞ് കാവേരി അച്ഛമ്മയോടും ദേഷ്യപ്പെടുമ്പം, അച്ഛമ്മ പറഞ്ഞാൽ അനുസരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണോ,
ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് ശാരദയുടെ ഒറ്റ തീരുമാനത്തിൻ്റെ പുറത്താണ്. ഇനിയുള്ള തീരുമാനങ്ങൾ അവൾ എടുക്കട്ടെ. ആ തീരുമാനം നീതിയല്ല എങ്കിൽ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ അച്ചമ്മയായിരിക്കും. അരവിന്ദിൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ള കാര്യങ്ങളെ ഇനി ഇവിടെ നടക്കുകയുള്ളൂ എന്ന് അച്ചമ്മ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആകെ സങ്കടത്തോടെ വിനീത് നിവിനോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മാവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഗംഗയെപ്പോലെ ഒരു പെൺകുട്ടിക്ക് പറ്റിയ വിവാഹമാണോ ഇത് എന്നൊക്കെ ചോദിക്കുമ്പം നിവിൻ പറയുന്നുണ്ട്, കാവേരി എപ്പോഴും പറയാറുണ്ട് ഈ കഥയിലെ വില്ലൻ എൻ്റെ അമ്മാവനാണ് എന്ന്. ഇപ്പോൾ എനിക്ക് ആ കാര്യം ഉറപ്പായി എന്ന് പറയുവാണ് നിവിനെ. അതുപോലെ കുറേ നേരം ശാരദ ഉപദേശിച്ചതിന് ശേഷം ജയബാലൻ പറയുവാണ്, ഈ വിവാഹ നിശ്ചയം നമുക്ക് നടത്തണം, ശാരദ അങ്ങോട്ട് വാ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന്. എന്നിട്ട് പ്രവീണയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ശാരദ ആകെ കൺഫ്യൂഷനിലായി, ഇനി എന്ത് ചെയ്യണം എന്നോർത്ത്. ഏതായാലും ജയബാലൻ നേരെ ഫ്രണ്ടിലോട്ട് എന്നിട്ട് പറയുന്നുണ്ട്, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഈ വിവാഹ നിശ്ചയം നടത്താം, ഇപ്പോൾ തന്നെ പെൺകുട്ടിയെ കൊണ്ട് ശാരദ ഇങ്ങോട്ട് വരുമെന്ന്. ശാരദ നേരെ പോകുന്നത് അരവിന്ദൻ്റെ ഫോട്ടോ ഇരിക്കുന്ന അങ്ങോട്ടേക്കാണ്. അവിടെ പോയി കരഞ്ഞു പറയുന്നുണ്ട്, എനിക്കൊന്നും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് എന്താ അരവിന്ദേട്ട ഒന്നും പറഞ്ഞു തരാത്തേ, ഒന്നും പറഞ്ഞു തരികയില്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ പരിഭവം പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്ന് അരവിന്ദൻ വിളിക്കുന്ന പോലെ തോന്നുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കണ്ട, എന്നെ കാണാൻ പറ്റില്ല എന്ന്. എന്നിട്ട് പറയുവാണ്, ഞാൻ എന്നും ഗംഗയുടെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, പക്ഷേ എൻ്റെ ആ തീരുമാനത്തെ എല്ലാം മാറ്റിയത് എൻ്റെ ചുറ്റുമുള്ളവരായിരുന്നു. പിന്നെ നീ ചോദിക്കാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം, ജയപാലിൻ്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി, അത് ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞില്ല, അതിനുള്ള സൂചനയും ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം അങ്ങ് പോകുന്നു. പെട്ടെന്ന് അരവിന്ദൻ വന്നതുപോലെ തോന്നി ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് ശാരദ. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് എന്തോ തീരുമാനിച്ച പോലെ നേരെ വിനീതിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് വിനീതിനോട് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. കാരണം ഗംഗയ്ക്ക് പുറത്തുനിന്ന് വന്ന വിവാഹവും അതിനുള്ള കാരണങ്ങളും എല്ലാം ഇങ്ങനെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ മനസ്സ് മനസ്സിലാകുന്നുണ്ട്, ഞാൻ നാണം ഉണ്ടെങ്കിൽ നിന്നോട് ഇപ്പം ആവശ്യപ്പെടുന്ന കാര്യം പറയല, പക്ഷെ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് നിന്നോട് ചോദിക്കാതിരിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കുവാണ്, എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ, നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അത്രയും നേരം ശാരദ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നിവിൻ്റെ മുഖത്ത് ഭയങ്കര പുച്ഛമായിരുന്നേ. കാരണം ഇവർ കാണിക്കുന്ന ഒന്നും നിവിന് ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇത്രയും ആത്മാർത്ഥത വിനീത് കാണിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പുച്ഛത്തോടെ നോക്കിയിരുന്ന നിവിൻ്റെ മുഖം പോലും ഇങ്ങനെ വിടർന്നു വരുവാണ് ആ ഒരു ചോദ്യം കേൾക്കുമ്പം. എന്നിട്ട് നിൻ്റെ കാല് പിടിക്കാം, ഞാൻ എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് നീ പറയരുത് എന്ന് പറഞ്ഞ് ശാരദ കാല് പിടിക്കാൻ വരെ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ഇതെന്താ അമ്മായി ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചങ്ക് പറിച്ച് ഞാൻ കൈവച്ച് തരില്ലേ എന്ന് ചോദിച്ച് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അതുപോലെ ഗംഗയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അവളെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്നും വിനീത് പറയുവാണ്. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ശാരദ അകത്തോട്ട് പോയി കഴിഞ്ഞെങ്കിൽ രണ്ടെണ്ണത്തിനും ഭയങ്കര സന്തോഷം. നിവിനും അതുപോലെ വിനീതോട് കെട്ടിപ്പിടിച്ചിട്ട് നിനക്ക് സന്തോഷമായോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞ് പടപടാന്ന് ഒഴുകുന്നുണ്ട് വിനീതിൻ്റെ സന്തോഷം കാരണം. പിന്നീട് ശാരദ അകത്തോട്ട് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ശാരദയോട് ജയബാലൻ ചോദിക്കും, ശാരദയെ ഗംഗമോളെ വിളിക്കുക, നമുക്ക് ചടങ്ങ് നടത്തണ്ടേ എന്ന് ചോദിക്കുക. അന്നേരം ശാരദ പറയും, ഞങ്ങൾ ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിന്മാറുവാണ് എന്ന്. അന്നേരം അതെങ്ങനെ ശരിയാകുന്നത് എന്ന് ജയബാലൻ ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം തന്നെ അവളുടെ ഒരു വിവാഹ നിശ്ചയം മുടങ്ങിയിട്ടിരിക്കുവാണ്, ഇനിയും വിവാഹ നിശ്ചയം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ കെട്ടാൻ ആര് വരും, ഈ വിവാഹം തന്നെ നടത്തിവിടുന്നതല്ലേ നല്ലത്, ഈ വിവാഹ നിശ്ചയം നടക്കട്ടെ എന്നൊക്കെ പറയുമ്പം ശാരദ പറയുന്നുണ്ട്, എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം മുടങ്ങത്തൊന്നുമില്ല, നടക്കും, അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എൻ്റെ മരുമകനാണ് എന്ന് പറയും. അന്നേരം ഏത് മരുമകൻ എന്ന് ചോദിക്കുമ്പം എൻ്റെ അരവിന്ദേട്ടൻ്റെ പെങ്ങളുടെ മകൻ വിനീത് എന്ന് പറയുന്നു. ഇതകത്ത് നിന്ന് കേൾക്കുന്ന നമ്മുടെ ഗംഗയ്ക്ക് ഒരുപാട് ആശ്വാസമാകുന്നു. നീളമോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ ആഗ്രഹം നടക്കും ചേച്ചി എന്ന് പറയുന്നുണ്ട്. അതുപോലെ വിനീതിനോട് അകത്തോട്ട് കയറി ചെല്ലേ എന്ന് നിവിൻ പറയുന്നു. ഈ സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് നീ ഒരു ഹീറോ ആകുന്നു, അങ്ങോട്ട് കയറി ചെല്ലേ എന്ന് പറയുന്നു. അങ്ങനെ വിനീത അകത്തോട്ട് കയറി വന്ന് കഴിയുമ്പം ശാരദ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പലരും ഇവനെ പരിഹസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പരിഹസിക്കാൻ തക്ക ഒരു പ്രശ്നവും ഇവനില്ല, നല്ല സ്നേഹമുള്ള ഒരു മനസ്സും അധ്വാനിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യമുള്ള ശരീരവും ഇവനുണ്ട്, ഒരു പെണ്ണിന് എന്താണോ വേണ്ടത് അതെല്ലാം കൊടുക്കാൻ ഇവനെ കൊണ്ട് സാധിക്കും, മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ അവന് സാധിക്കും, എൻ്റെ അരവിന്ദേട്ടനും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ തന്നെ മതി എൻ്റെ മക്കൾക്കും എന്ന് പറയുന്നു. അങ്ങനെ ചേർത്ത് നിർത്തുന്നു, ഇവൻ്റെ മനസ്സ് പൊന്നാണ് എന്ന് പറഞ്ഞ്. ശാരദയ്ക്ക് ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് തുറന്നു പറയാൻ തോന്നിയത്. അപ്പോഴത്തേക്കും സനൂപിൻ്റെ വീട്ടുകാർക്ക് ആകെ പരിഭവമാകുന്നു. അവർ പറയുവാണ് അവരെ വിളിച്ചു വരുത്തി നാണം കെടുത്തി എന്ന്. അത് കേൾക്കുന്ന കാവേരി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ നാണം കെടുത്തിയത്, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ മകന് രണ്ടാം കെട്ടാണ് എന്ന്. അതറിയാവുന്ന ആൾ പറയാതെ ഒളിച്ചു വെച്ചു, അതിൻ്റെ ഉത്തരവാദിത്വം ദേ നിൽക്കുന്നു 6 അടി പൊക്കത്തിൽ ഒരു സാധനം, അതിനോട് ചോദിക്കാൻ പറയുന്നു. അന്നേരം അവരും പറയുന്നുണ്ട്, ശരിയാണ് അവർക്ക് ഇവിടെ തുറന്ന് പറയേണ്ടതായിരുന്നു
നടന്നുവെന്ന്. ഏതായാലും വിവാഹ നിശ്ചയം മുടങ്ങി അവിടുന്ന് പോകാൻ തുടങ്ങുവാണ് എല്ലാവരും. അന്തേക്കും ജയപാലൻ്റെ ഭാര്യ പറയുവാണ്, നിങ്ങൾക്ക് ഇത് തന്നെ വേണം, എൻ്റെ അരവിന്ദേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തതല്ലേ, അതുകൊണ്ട് നിങ്ങളിത് അനുഭവിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും പിന്നെയും ദേഷ്യപ്പെടുക, നീ മിണ്ടരുത് എന്ന് പറഞ്ഞ് പ്രവീണിനോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് പറയുവാണ്, നിങ്ങൾ എന്നെ എത്ര അപമാനിച്ചാലും എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും ഇനിയും നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് സഹായിക്കും, കാരണം എൻ്റെ അരവിന്ദിൻ്റെ കുടുംബമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പെർഫോമൻസ് നടത്തുവാണ്. യാതൊരു നാണവും ഇല്ല കേട്ടോ സാധനത്തിന്. ഏതായാലും അവർ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പം ഈ സനൂപിൻ്റെ കൊച്ച് അവിടെ ഇരിക്കുന്ന അരവിന്ദിൻ്റെയും ജയപാലിൻ്റെയും കൂടെ ഫോട്ടോ തട്ടി താഴെ ഇടും. ആ ഫോട്ടോ താഴെ വീണ് കഴിയുമ്പോഴേക്കും കണ്ടോ, എൻ്റെ അരവിന്ദിൻ്റെ ആത്മാവിന് പോലും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഇത് താഴെ ചാടിയത്, ഇതൊരു കണ്ണീർ ഓർമ്മയായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ എടുത്തുകൊണ്ട് കയ്യിലോട്ട് കൊടുക്കുവാണ് ജയപാലൻ. അന്നേരം എൻ്റെ ബാക്കിൽ എഴുതിയേക്കുന്നത് ശാരദ കാണുന്നു. അതുപോലെ ശാരദ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നേക്കും എല്ലാവരും വന്ന് അതിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അതുപോലെ യമുന ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ കൈയക്ഷരം അല്ലേ അമ്മ ഇത്, അച്ഛൻ ഇത് എപ്പോഴാണ് എഴുതിയത് എന്ന്. അന്നേരം ശാരദ പറയുന്നുണ്ട്, അച്ഛൻ മരിക്കുന്നതിൻ്റെ അന്ന് രാത്രിയാണ് ഇത് എഴുതിയത്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, പക്ഷേ ഒരു പൊട്ടിയായ എനിക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നു. അന്നേരം എല്ലാവരും വന്ന് ഇത് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിനീതും അതുപോലെ നിവിനും എല്ലാം ആ എഴുതിയേക്കുന്നത് കണ്ടു. അന്നേരം ഇത് കാര്യം മനസ്സിലാകാതെ ഇരിക്കുവാണല്ലോ ജയപാലൻ പറയുന്നുണ്ട്, ഈ ഫോട്ടോ അവിടെ തന്നെ തൂക്കിയേരെയെന്ന്. അന്നേരം ശാരദ പറയും, വേണ്ട, ഈ ഫോട്ടോ ഇവിടെയല്ല ഇരിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിലാണ്, ഇത് നിങ്ങൾ എന്നും കാണണം എന്ന് പറയും. അന്നേരം അതെന്താ ശാരദ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അത് അങ്ങനെയല്ല പിടിക്കേണ്ടത്, അത് തിരിച്ചു പിടിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അത് മനസ്സിലാക്കാൻ എന്ന് പറയുന്നു. അന്നേരം അത് തിരിച്ചു പിടിച്ച് നോക്കുമ്പോൾ ആ എഴുതിയേക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. അതിൽ എഴുതിയേക്കുന്നത് സ്നേഹം നടിച്ച് സുഹൃത്തിനെ ചതിച്ചവൻ എന്നാട്ടോ. അന്നേരം ഇതെല്ലാം കാണുന്ന പ്രവീണ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ജയപാലേട്ട എന്ന്. അന്നേരം എനിക്കറിയത്തില്ല, ഇതൊന്നും അവൻ എഴുതിയതൊന്നും ആയിരിക്കുകയല്ല, എന്നെ ചതിക്കാൻ വേണ്ടി ഇതേ ഇവള് ചിലപ്പോൾ എഴുതിയതായിരിക്കും, ശാരദ ഇതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് ശാരദയോട് പറയുന്നുണ്ട്. അന്നേരം കാവേരി പറയുവാണ്, അതെ, ഈ എഴുതിയേക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എൻ്റെ അച്ഛനെ ചതിച്ചതിനൊന്നും രേഖകളില്ല, അതുകൊണ്ട് തന്നെ ഈ ചതിനെ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നു. അതുപോലെ വീണ്ടും ശാരദയോട് സംസാരിക്കാൻ ചെല്ലുമ്പം ശാരദ പറയുന്നുണ്ട്, ഞാൻ ജയപാലേട്ട എന്നെ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ, എൻ്റെ ഒരു സഹോദരനായിട്ട് ഞാൻ ഇതുവരെ കണ്ടു, ഇപ്പം ആ വിഗ്രഹം താഴെ വീണ് പൊട്ടിക്കിടക്കുവാണ്, ഇനി ആ പൊട്ടിക്കിടക്കുന്നതോടെ ചവിട്ടി തെറിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നു. ഭയങ്കര കട്ടക്കലിപ്പിലാണ് ശാരദ. എന്തായാലും അവിടുന്ന് ആ ഫോട്ടോ അവിടെ തൂക്കിയിട്ട് 2 ഡയലോഗ് കൂടെ വിട്ടിട്ടാണ് ആശാൻ പോകാൻ വേണ്ടി തുടങ്ങുന്നത്. അന്നേരം പയ്യെ വിനീത് അടുത്തോട്ട് ചെന്ന് ഇങ്ങനെ തോളെ പിടിച്ച് നിർത്തും. എന്നിട്ട് അങ്കിളിങ് വന്നേ എന്ന് പറഞ്ഞിട്ട് പറയുവാണ്, ഇതിനു മുമ്പ് പലതവണ എന്നെ അപമാനിച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗംഗ ഇവിടുന്ന് നാട് കടത്തും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലൊരു കാര്യം അങ്കിളങ്ങ് മനസ്സിലാക്കിക്കോ, ഇവിടുന്ന് ആരും ഗംഗയെ നാട് കടത്താൻ പോകുന്നില്ല, അവൾ ഇവിടെ തന്നെ കാണും, അവൾ എവിടെയാണോ ഉള്ളത് അവിടെ ഞാനും കാണും, ഈ വീട്ടിലെ ആൺതരി ഇനി ഞാനാണ്, ഞാനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ അമ്മാവനോട് പറഞ്ഞതും ചെയ്തതും ഞാൻ പൊറുക്കില്ല, എന്നോട് പറഞ്ഞതൊക്കെ പോട്ടെ, അതുകൊണ്ട് അമ്മാവന് വേണ്ടി ഞാൻ പറയുവാണ്, ഇറങ്ങിപ്പോടാ പന്നെ എന്നിങ്ങനെ പയ്യെ പറയും. അന്നേരം ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചും വിനീതിൻ്റെ തോളയിലൊക്കെ തട്ടിക്കൊണ്ട് ജയപാലൻ പറയുവാണ്, മോനെ ഇപ്പോൾ പറഞ്ഞത് ഞാനങ്ങ് കേട്ടു, പക്ഷെ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ, കരുതിയിരുന്നു എന്ന് പറയുവാണ് ജയപാലൻ തിരിച്ചും. ആയിക്കോട്ടെ എന്ന് വിനീതും പറയുന്നുണ്ട്. അത്രയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ കഥ അവസാനിക്കുന്നത്. ഏതായാലും നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ വിനീതിൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ട്. അവർ വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ബഹളമാകുന്നു, കാല് പിടിച്ച് കരഞ്ഞു പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് ശാരദ. ഏതായാലും അവസാനം നല്ല നെഞ്ചുറപ്പോടുകൂടി വിനീത് ഒരു തീരുമാനമെടുക്കുന്നു, അമ്മ എന്ത് പറഞ്ഞാലും നിങ്ങളാരും അതൊന്നും അനുസരിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ഗംഗയെ വിവാഹം കഴിക്കും എന്ന് തീരുമാനം എടുത്തിരിക്കുന്നത് തന്തയ്ക്ക് പിറന്ന ആണൊരുത്തനാണ്, അതുകൊണ്ട് അത് നടക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന വിനീതിനെയും കാണിക്കുന്നുണ്ട്. ഏതായാലും നാളെയും നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും, നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം.